ടോട്ടോച്ചാന്റെ അമ്മ വളരെ വിഷമത്തോടെയാണ് ടോട്ടോച്ചാനെ പുറത്താക്കിയ ആ ഒരു സ്കൂളിൽ നിന്ന് അവളെയും കൊണ്ടുപോകുന്നത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടോട്ടോച്ചാനെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കുട്ടികളെ പോലെയല്ല അവൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ എപ്പോഴും പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. പുറത്തുള്ള കാര്യങ്ങളിലാണ് അവൾക്ക് ശ്രദ്ധ. ആ ഒരു കാര്യം കൊണ്ട് അവളെ പുറത്താക്കി. അപ്പോൾ അവളുടെ അമ്മയ്ക്ക് അറിയില്ല അവളെ എവിടെ ചേർക്കും, ഏത് സ്കൂളിലേക്കാണ് ചേർക്കുക എന്നുള്ളത്. പക്ഷെ അവർക്ക് മറ്റൊരു വിഷൻ ഉണ്ടായിരുന്നു. കുട്ടിയെ വളരെ നന്നായി വളർത്തുക, അവൾക്ക് ലോകത്തിലെ കാര്യങ്ങൾ അറിഞ്ഞു വളരുക, അവളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ചേർക്കുക. അങ്ങനെ അവർ കണ്ടെത്തിയ സ്കൂളാണ് ടോമോ എന്ന് പറയുന്ന സ്കൂൾ. 2-ാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാനിൽ ഉണ്ടായിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. ഈ സ്കൂളിൽ എത്തിയപ്പോൾ തന്നെ ടോട്ടോച്ചാന് വളരെ സന്തോഷമായിരുന്നു. കാരണം അവിടെ മറ്റേ സ്കൂളിലെ പോലത്തെ ക്ലാസ് റൂംസ് ആയിരുന്നില്ല. പഴയ റെയിൽവേ ബോഗികൾ കൊണ്ടുണ്ടാക്കിയ ക്ലാസ് റൂംസ് ആയിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ടോട്ടോച്ചാന് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ പോയി അവളുടെ അമ്മ അവളെ ചേർത്തു. പിന്നീട് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവളെ നല്ലൊരു വ്യക്തിയാക്കിയതും നല്ലൊരു പ്രൊഫഷണൽ ആക്കിയതും ഒക്കെ ആ ഒരു സ്കൂളാണ്. മറ്റൊരു സ്കൂളിൽ നിന്ന് പുറത്താക്കി അവളെ എത്രയേറെ മിടുക്കിയാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിലെ പ്രത്യേക തരത്തിലുള്ള ഒരു പഠന രീതി തന്നെയായിരിക്കും അല്ലേ, കുട്ടി എന്താണെന്നറിഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത്. അതെ, ജാപ്പനീസിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് നമ്മൾ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് കുറഞ്ഞതും അതുപോലെ തന്നെ വളരെ മിടുക്കരായ കുട്ടികളും അച്ചടക്കത്തോടെ വളരുന്ന ചെറുപ്പക്കാരുമുള്ള ഒരു രാജ്യം ജപ്പാൻ. അപ്പൊ അവർക്കിത് എന്തൊക്കെയുണ്ടായിരിക്കും ഇങ്ങനെ സാധിക്കുന്നത്? മറ്റു ലോകത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ എന്തോ മാജിക് ഉണ്ടാവും അല്ലേ ഈ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എന്തൊക്കെയായിരിക്കും ഈ ജപ്പാൻകാരുടെ ഒരു പാരന്റിങ് ടെക്നിക് എന്നും അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രായോഗികമാക്കി അവരെ മിടുക്കരായിട്ട് മാറ്റാം എന്നുള്ളത്. കുട്ടികളെ വഴക്കു പറയാതെ അവരെ ബഹുമാനത്തോടുകൂടിയും അതുപോലെ തന്നെ അവർ ബഹളം ഉണ്ടാക്കാതെയും ഒക്കെ അവരെ നല്ല രീതിയിൽ ഒന്ന് പാരന്റിങ് ചെയ്ത് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു പാരന്റ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ജപ്പാൻകാർ എന്തൊക്കെയാണ് ഈ ഒരു ടെക്നിക് ചെയ്തതെന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അല്ലെ, കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാക്കുക, വാശി പിടിക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, തീർച്ചയായിട്ടും അച്ഛനായാലും അമ്മയായാലും അവരോട് ബഹളം ഉണ്ടാക്കും, അവരെ വഴക്ക് പറയും, ചിലപ്പോൾ ഒരു അടിയും കൊടുത്താലായി. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ജപ്പാനിലുള്ളവർ എങ്ങനെയാണ് അവരുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതിന് ഒരു സർട്ടൻ റൂൾസ് ഉണ്ട്. ഈവൻ സ്കൂളുകളിൽ പോലും അത്തരത്തിലുള്ള റൂൾസ് പാലിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതും ആ റൂൾസ് പാലിക്കാൻ മാതാപിതാക്കൾക്ക് അവർ കോച്ചിങ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 10 റൂൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്കതൊന്ന് പ്രായോഗികമാക്കി നോക്കാം. ഒന്നാമത്തേത് സത്സുകെ എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ അവരുടെ എന്തുകൊണ്ടാണ് അവരെ നമുക്ക് നിയമങ്ങൾ ഇല്ലാത്ത രീതിയിൽ വളർത്താൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും അവരെ നിയമങ്ങൾ വെച്ചാണ് വളർത്തുന്നത് അല്ലേ. ഈ സർട്ടൻ റൂൾസ് ഉണ്ടാവും, ഇനി ഇന്ന ടൈമിൽ ഇന്നത് ചെയ്യണം, ഇന്ന ടൈമിൽ ഇത് ചെയ്യണം. പക്ഷെ അത്തരത്തിലുള്ള റൂൾസ് ഒന്നും ഇല്ലാതെ കുട്ടികളെ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അച്ചടക്കത്തിനായി ഒരു ശീലം, ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അതായത് കൃത്യസമയത്തിന് അവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളൊരു രീതി. അപ്പോൾ അതേ സമയത്ത് തന്നെ കൃത്യമായിട്ട് ആ കുഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും വന്ന് ഭക്ഷണം ചോദിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അതിലൊരു റൂള് വെക്കാതെ ഇതൊരു ഹാബിറ്റാക്കി മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പുറത്തു പോയി വന്നാൽ ഷൂസ് ഊരി എവിടെ വെക്കണം എന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ ശീലിപ്പിച്ച് ഈ ശീലങ്ങൾ അവർക്കൊരു ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പാരന്റിങ് സ്റ്റൈലിൽ ചെയ്യുന്നത്. രണ്ടാമത്തേത് ഇക്കുജി തത്വം. അതായത് ഇക്കുജി എന്ന് പറയുന്ന രീതിയിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ കുട്ടിയെയും വളർത്തുമ്പോൾ അവരുടെ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പാരന്റിങ് രീതിയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ജനിച്ച കുട്ടി മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളെ അവർ ദൈവത്തെ പോലെ കണക്കാക്കി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് ഈ കുട്ടികളെ വളർത്തുന്നത്. 5 വയസ്സിന് ശേഷം അവർക്കൊരു 15 വയസ്സ് വരെ
അവരെ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർവൻറ്റിനെ പോലെ ആയിരിക്കും കുട്ടികളെ കാണുന്നത്. എന്ന് വെച്ചിട്ട് സെർവൻറ്റിനോട് നമ്മളെപ്പോഴും മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതായത് ഒരു യജമാനനെ പോലെ പാരന്റ് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യുന്നതാണ് അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം 15 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളെ അവർ ഒരു കൂട്ടുകാരെ പോലെയാണ് കാണുന്നത്. കൂട്ടുകാർ തമ്മിൽ എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഒരു ഫ്രണ്ടിനെ പോലെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിനോട് അവർക്ക് ജീവിതത്തിലെ പല കാര്യങ്ങൾ, കാരണം കൗമാരപ്രായം നിങ്ങൾക്കറിയാം അല്ലേ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് ഈ കൗമാരപ്രായം. കുരങ്ങിനെ പോലെയാണ് ആ സമയത്ത് കുട്ടികൾ അല്ലേ, ചാടി ചാടി നിൽക്കുന്നവരാണ്. അപ്പോൾ ആ കുട്ടികളെ എങ്ങനെ കറക്റ്റായിട്ട് പിടിക്കണം എന്നുള്ളതും എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ഗൈഡായിട്ടും ഒരു ഫ്രണ്ടായിട്ടും അമ്മയും അച്ഛനും നിൽക്കണം എന്നുള്ളതുമാണ് ഈ ഒരു തത്വത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സ്വയം പര്യാപ്തത, അവർക്കൊരു എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻസ് അല്ലേ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു എന്ത് കാര്യം അവർക്ക് സ്വയം ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു കാര്യം കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് മൂന്നാമത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടികളെ ഇതവർ ശീലിപ്പിക്കുന്നു. ജപ്പാനിലെ സ്കൂളുകളിൽ കുട്ടികൾ തന്നെയാണ് അവരുടെ ബാഗ് പാക്ക് ചെയ്യുന്നതും സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എടുത്ത് വെക്കുന്നതും. 1-ാം ക്ലാസ് മുതൽ തന്നെ ഒരു 6 വയസ്സുള്ള കുട്ടി സ്വന്തമേ അവൻ്റെ ബാഗ് പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ തനിയെ സ്കൂളിലേക്ക് പോകാനും അവൻ പഠിച്ചിരിക്കണം. ഒരിക്കലും കുട്ടികളെ 1-ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികളെ വീട്ടിൽ പാരൻസ് ആരുമല്ല സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അവിടെ ഗവൺമെൻറ് സ്കൂളുകളാണ്, വളരെ അടുത്തുള്ള സ്കൂളുകളായിരിക്കും കുട്ടികളൊക്കെ. അവർ തനിയെ നടന്ന് സ്കൂളിലേക്ക് പോകുന്നതാണ് അവിടെ കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമുക്കത് എല്ലായ്പ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. എങ്കിലും ഇത് മറ്റുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. കുട്ടികളെ പല കാര്യങ്ങളും അവർക്ക് തനിയെ ചെയ്യാനായിട്ട് നിങ്ങൾ അവരെ ശീലിപ്പിക്കും. 4-മത്തേത് ശോഷിക്കും. ഭക്ഷണം എന്ന് പറയുന്നത് കേവലം വയറ് നിറയ്ക്കാനുള്ള ഒരു വസ്തുവല്ല, അത് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തെ നിലനിർത്തുന്ന ഒന്നാണെന്ന് കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം തൊട്ട് തന്നെ പറയുക. അവർക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ നിർബന്ധിച്ച് അവരെ കഴിപ്പിക്കുന്നതൊക്കെ നിർത്തലാക്കുക. കാരണം ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ടിട്ട് ഒരിക്കലും കുട്ടികൾക്ക് യാതൊരു പോഷക ഗുണങ്ങളും കിട്ടാറില്ല. അവർക്ക് വിശക്കുമ്പോഴാണ് ആഹാരം കൊടുക്കേണ്ടത്. അവർക്ക് വിശക്കുന്ന ടൈമിൽ അവർക്ക് മതി എന്ന് പറയുന്ന അത്രത്തോളം മാത്രം ആഹാരം കൊടുക്കുക. അതുമാത്രമല്ല, വീട്ടിലും സ്കൂളിലുമെല്ലാം സമീകൃത ആഹാരത്തിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കിട്ടുകയും വെജിറ്റബിൾസും പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ അവരുടെ ഫുഡിൽ എത്രത്തോളം ഉൾപ്പെടണം എന്നുള്ളതും ഒക്കെ അവരെ ചർച്ച ചെയ്യിക്കാൻ വിടുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ കുട്ടികളെ നല്ലൊരു ആരോഗ്യവാനായിട്ട് വളർത്താൻ കഴിയും. 5-മത്തേത് ബന്ധങ്ങൾക്ക് അവർ കൊടുക്കുന്ന വിലയാണ്. ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുകയും ബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യവും കുട്ടികൾ തമ്മിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും പാരൻസും കുട്ടികളുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യുന്നു. നമ്മൾ കുട്ടികളെ ജനിച്ചത് മുതൽ തന്നെ നമ്മൾ സ്കിൻ ടു സ്കിൻ ടച്ചിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ തന്നെ കുറച്ച് വലുതാവുന്നത് വരെയും ഈ ഒരു കാര്യങ്ങൾ തുടരുകയും അവരെ നമ്മൾ എന്താ പറയുക, അച്ഛനുണ്ട് അമ്മയുണ്ട് എന്നുള്ള ആ ഒരു കണക്ഷൻ ഫീല് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായി വരികയും ചെയ്യുന്നതാണ് ഈ ഒരു കാര്യത്തിൽ അവർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. 6-മത്തേത് അസിസ്റ്റൻസ് വിത്തൗട്ട് ഇന്റർഫിയറിങ്. അതായത് കുട്ടികൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, പല കളികൾ കളിക്കുന്നു വീട്ടിലൊക്കെ തന്നെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ തന്നെ അവരുടെ ഫ്രീ ടൈമിൽ. അപ്പോൾ ഈ ഒരു ടൈം പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും കുട്ടികളെ അസിസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അതിൽ ഇന്റർഫിയർ ചെയ്യാതെ. കാരണം കുട്ടികൾ ഒരു കാര്യം പസിൽ ചെയ്യുകയായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ കാരണം കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് അവർ തനിയെ സോൾവ് ചെയ്യാൻ അവരെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു മെത്തേഡാണിത്. ചിലപ്പോൾ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ സിബ്ലിങ്സ് തമ്മിൽ വഴക്കുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പാരൻസ് അസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇതിൽ ഇന്റർഫിയർ ചെയ്യാതെ അവർക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് അവർ തന്നെ എങ്ങനെ അത് സോൾവ് ചെയ്യുന്നു എന്നുള്ളതും അതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാരൻസ് ഇടപെടുന്നു എന്നുള്ളൊരു രീതിയാണിത്. അപ്പോൾ ഇതിലൂടെ അവർക്ക് വളരെ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുകയും അതുപോലെ തന്നെ കുട്ടികൾ കാര്യങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയുകയും എങ്ങനെയാണ് ഒരു സോഷ്യൽ ബിഹേവിയർ ബിൽഡ് ചെയ്തെടുക്കേണ്ടതും എന്നുള്ളത് അവർ മനസ്സിലാക്കും. 7-മത്തേത് കൂട്ടായ്മയുടെ പ്രാധാന്യം. ഒരു ഗ്രൂപ്പിൽ എങ്ങനെ അവർ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയും ഇത് അവരുടെ ഡെയിലി ലൈഫിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കുട്ടികൾ ഒരു സോഷ്യൽ ബിഹേവിയർ നന്നായിട്ട് വളരുകയും അവർക്ക് ഒരു ഗ്രൂപ്പിനുള്ളിൽ എങ്ങനെ അവർക്ക് ഫിക്സ് ആവാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ
ചർച്ച ചെയ്യപ്പെടുന്നു. അത് മാത്രമല്ല, കുട്ടികളെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ജപ്പാനിൽ സ്കൂളുകളിൽ അവരുടെ ക്ലാസ് റൂം വൃത്തിയാക്കുന്നത് അവരുടെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവരുടെ ക്ലാസ് റൂം അവരുടെ ടീച്ചറുടെ അസിസ്റ്റൻസോട് കൂടി അവർ അത് ചെയ്യുകയും, അപ്പോൾ അത്തരത്തിൽ കുട്ടികൾ തമ്മിലുള്ള ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ആവുകയും അവരുടെ ഉള്ളിലെ പല പല ഐഡിയാസ് ഡെവലപ്പ് ആവുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇതിനെ ഒരു സോഷ്യൽ ബിഹേവിയർ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ചെയ്തു വരുന്നത്. എട്ടാമത്തേത് പബ്ലിക് ഷെയ്മിങ് ഒഴിവാക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ മുന്നിൽ വെച്ച് കുട്ടികളെ വഴക്കു പറയുന്നതോ അടിക്കുക എന്നുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും അത് നിർത്തേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടി എന്ന് പറയുന്നത് മറ്റൊരു ഇൻഡിവിജ്വൽ ആണ്. നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരാൾ അപമാനിച്ചാൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് തോന്നുമോ അതേ ബുദ്ധിമുട്ട് തന്നെയാണ് കുട്ടികൾക്കും തോന്നുക. പക്ഷെ കുട്ടികൾക്ക് അത് തോന്നുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അവന്റെ ഡെവലപ്മെന്റിൽ ഈ ഒരു കാര്യം അവനൊരു ട്രോമയായിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവനെ വഴക്ക് പറയുക, അവനെ ഷെയിം ചെയ്യുക, അവന് നാണക്കേട് വരുന്ന ഒരു കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കുക. ചിലപ്പോഴൊക്കെ പല പാരൻസ് അവർ കിടക്കയിൽ മൂത്രം ഒഴിച്ച കാര്യവും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് പറയാതിരിക്കുക. കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പറയും, പക്ഷേ അല്ല, അവനൊരു വ്യക്തിയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവനൊരു ഷെയിം ഉണ്ടാക്കുന്നതാണ്. അത് അവന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പിന്നെ 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക. അവരെ കളിക്കാൻ പുറത്തു വിടുക, അവർ ഏതെങ്കിലും ഒരു നേച്ചർ വാക്കിന് കൊണ്ടുപോവുക, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത്തരത്തിൽ വളരുന്ന കുട്ടികൾക്ക് വളരെ കാമാവാനും അവർക്ക് നേച്ചറിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ലതുണ്ടാവുന്നു എന്നുള്ളൊരു കാര്യം തിരിച്ചറിയാനും പ്രകൃതിയെ സംരക്ഷിക്കാനും നമുക്ക് പ്രകൃതിയും മനുഷ്യനും ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു ചിന്തയും ഒക്കെ ഉണ്ടാവാൻ അവരെ സഹായിക്കും. എത്രയും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അവർക്ക് ഒന്ന് കാമാവുകയാണ്. നേച്ചറുമായിട്ട് കൂടുതൽ അടുത്ത കുട്ടികൾ, മീൻ പിടിക്കാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മണ്ണിൽ കളിക്കുന്ന കുട്ടികൾ, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ അവരുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുകൾ വളരെ കൂടുതലായി. 10ാമത്തേത് ലീഡിങ് ബൈ ആൻ എക്സാമ്പിൾ. നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഒരിക്കലും നമുക്ക് നമ്മുടെ കുട്ടികൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാമെന്നോ നിങ്ങൾ വിചാരിക്കരുത്. കാരണം നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് കുട്ടികൾ കണ്ടുപഠിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന്. ഇതെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ കണ്ടുപഠിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് പുസ്തകം മേടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഫോണിൽ നോക്കി ഇരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പുസ്തകം വായിക്കാൻ താല്പര്യപ്പെടുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ആ സമയത്ത് നിങ്ങളും കുട്ടിയും കൂടി ഡെയിലി ഒരു അരമണിക്കൂർ നമുക്ക് പുസ്തകം വായിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓരോ പുസ്തകം എടുത്തിരിക്കുമ്പോൾ എന്തായിരിക്കും? കുട്ടിക്കും അത് വായിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾ കുട്ടികളിൽ വേണ്ട മാറ്റങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പൊ അത്തരത്തിൽ കുട്ടികൾക്ക് ഇത് പഠിക്കാനും അവർക്ക് നിങ്ങളെ മാതൃകയാക്കി മുന്നോട്ട് പോകാനും കഴിയും. അപ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു കാര്യം ചെക്ക് ചെയ്യൂ. നിങ്ങളുടെ കുട്ടിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി അവന്റെ ബാഗ് പാക്ക് ചെയ്യുന്നത്, അവന്റെ പ്ലേറ്റ് കഴുകി വെക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ഷൂ കറക്റ്റായിട്ട് ഊരി അവന്റെ റാക്കിൽ കൊണ്ടുവെക്കുന്നത്, ഇങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ അവന് സ്വയം ചെയ്യാൻ കഴിയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുട്ടികളോട് എന്ത് ചെയ്യുക, അതൊക്കെ അവരെ കൊണ്ട് തനിയെ ഒന്ന് ചെയ്യിച്ച് ശീലിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവനിലൊരു മാറ്റം കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മളൊരു 10 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ ഒരു 2ഓ 3ഓ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കും. അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ ആക്കി വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള പാരന്റിങ് വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വേണമെന്നുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കും.